പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. തേനി ജില്ലയിലെ കമ്പത്ത് പടക്ക നിർമ്മാണശാലയിൽ വെടിവെട്ടി 2 പേർ മരണപ്പെട്ടു. ഒന്ന് ശ്രീ സൂര്യ 22 വയസ്സ്, മറ്റൊന്ന് ദിനേശ് 23 വയസ്സ്. ഇവർ 2 പേരും തേനിയിലുള്ള കമ്പമേട് ലക്ഷ്മി പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളാണ്. 2 പേരും തൽക്ഷണം ചിന്നിച്ചിതറുകയായിരുന്നു. ബാക്കി 2 പേർക്ക് അപകടമുണ്ടായിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ പ്രവേശിച്ചു, ചികിത്സയിലാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതീവ ചൂട് ഉള്ള സമയമാണ്. ആ സമയങ്ങളിലാണ് മിക്കവാറും നമ്മളുടെ സ്ഥലങ്ങളിൽ ഉത്സവങ്ങളും വെടിക്കെട്ടുകളും നടക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് ചിലപ്പോൾ ആചാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശ്വാസങ്ങളായിരിക്കാം. പക്ഷേ അതീവ കാഠിന്യമുള്ള ചൂടും ഉള്ള സമയത്ത് ഇങ്ങനെ മരുന്ന് കൊണ്ടുള്ള അല്ലെങ്കിൽ വെടിക്കെട്ട് പ്രയോഗം നടത്തുന്ന ഉത്സവങ്ങൾ ധാരാളമായിട്ടുണ്ട്. അവിടെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂക്ഷ്മതക്കുറവ് കൊണ്ടാണോ? അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ? അല്ലെങ്കിൽ ഇത് സംഭവിപ്പിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ഓരോ ജീവനും വളരെ വിലയുള്ളതാണ്. ഒരു കുടുംബത്തിനും അവരവരുടേതായ വില ഉള്ള ആണ് ഓരോ മനുഷ്യജീവനും. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു. മരണപ്പെടുമ്പോൾ ദുഃഖിക്കുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്? കേരളത്തിലും സംഭവിച്ചു. തൃശ്ശൂർ വെടിക്കെട്ടിൻ്റെ ഭാഗമായി 15ഓളം പേരാണ് മരണപ്പെട്ടത്. ഈ വെടിക്കെട്ട് അപകടങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായി ഒരു മനുഷ്യന് വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തു തന്നെയാണെങ്കിലും ഇനിയെങ്കിലും ഉണ്ടാകുന്ന വെടിക്കെട്ടുകൾക്ക് പ്രത്യേകമായ പരിഗണനയും പ്രത്യേകമായിട്ടുള്ള ഒരു അതിൻ്റെ നിയമവശങ്ങൾ നോക്കിക്കൊണ്ടും സൂക്ഷ്മതയോടുകൂടിയും വെടിക്കെട്ട് മരുന്ന് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു. മരണപ്പെട്ട എല്ലാവർക്കും ആത്മശാന്തി നേർന്നുകൊണ്ട് ഇനിയൊരു അപകടം നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.